9:06 എന്ന് പറയുന്ന വീണ്ടും ഒരു മീറ്റ് റെക്കോർഡ് കൂടി. നോക്കൂ, ദേവനന്ദയുടെ സന്തോഷം നമുക്ക് അവിടെ കാണാം. ഡബിൾ ആണ് ദേവനന്ദ, തീർച്ചയായും ഡബിൾ ഇരട്ട ഇതാണോ? നേരത്തെ 100 മീറ്ററിലുണ്ടായിരുന്നോ? പരിശോധിക്കേണ്ടി വരും. യെസ്. അപ്പോൾ ദേവനന്ദ ബിജുവിന്റെ സന്തോഷമാണ് നമ്മൾ കാണുന്നത്. ഇരട്ട സ്വർണം 100 മീറ്ററിലും ദേവനന്ദ ബിജു. സെന്റ് ജോസഫ് HSS പുല്ലൂരാമ്പാറ ഇരട്ട സ്വർണം. ഒരുപാട് സന്തോഷം, ഞാൻ പ്രതീക്ഷിച്ചില്ല. ദേവനന്ദ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോവുകയാണ്. HSS പുല്ലൂരാമ്പാറ ഇരട്ട സ്വർണം. ഫിനിഷ് ചെയ്യുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ദൈവത്തിന് നന്ദി, വേറൊന്നും പറയാനില്ല. സത്യം പറഞ്ഞ മര്യാദ ചെയ്യുന്ന ഒരു വാപ്പ് പോലും ചെയ്തിട്ടില്ല, ഒരു ജോഗോ ഡ്രിൽസോ ഒന്നും ചെയ്തില്ല. അവിടെ പറയാൻ സംഭവിക്കണം എന്ന് സംഭവിക്കട്ടെ, ബ്ലോക്ക് കയറാ ഓടുക, വേറെ ഒന്നും ചെയ്തിട്ടില്ല. 2017 ആൻസിനെ കുറെ വർഷമായിട്ട് അറിയുന്നതാണ്. ആൻസിയുടെ റെക്കോർഡ് വെട്ടിച്ചതിന് സന്തോഷം. ആൻസി ഇപ്പോൾ ഇന്റർനാഷണൽ ആണ്, കമ്മിങ് ഇന്റർനാഷണൽ ആണ്. ഇവളും വരും. ഇപ്പോഴും പറയാനുള്ളത് പുല്ലൂരാമ്പാറയുടെ തിരിച്ചുവരവാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും വരും. ഞങ്ങളിവിടെ ചാമ്പ്യനായിട്ടൊന്നല്ല വന്നത്, പക്ഷേ ചാമ്പ്യൻ ആകാൻ വേണ്ടി ഞങ്ങൾ നോക്കും, ട്രൈ ചെയ്യും മാക്സിമം. താങ്ക് യു. ഓക്കെ, ദേവനന്ദ ബിജു പരിശീലകൻ, അവരുടെ സന്തോഷം അടക്കാനാകുന്നില്ല. കാരണം വലിയൊരു അപ്പോൾ ഇരട്ട സ്വർണം. ആദ്യം 100 മീറ്ററിൽ സ്വർണം നേടിയിരുന്നു, രണ്ടാമത്തെ സ്വർണം ഇപ്പോൾ വരുന്നു. 100 മീറ്ററിലും ആശുപത്രിയിൽ നിന്നാണ് ആ കുട്ടി എത്തിയത്. ഓർക്കുന്നു, ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ കുറേ നാളുകളായി കുട്ടി ദേഹാസ്വസ്ഥയും മൂലമൊക്കെ ആശുപത്രിയിലായിരുന്നു. ഇപ്പം ആശുപത്രിയിൽ നിന്ന് 200 മീറ്റർ ഓടാനെത്തുന്നു. 200 മീറ്ററിലും സമയം. ആ പരിശീലകന്റെ ആ കുട്ടിയുടെയൊക്കെ ആ കണ്ണീരിന് പുറകിൽ വലിയ വേദനകളും ഒക്കെ ഉണ്ട്. നമുക്ക് അർപ്പണബോധമൊക്കെ ഉണ്ട്. തീർച്ചയായും വളരെ വേദനയും അർപ്പണബോധവും കഠിനാധ്വാനവും ഒക്കെ ഉണ്ട്. നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം. അവർ